ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ തന്നെ ബെഡ്റൂമുകളിൽ ഉപയോഗിക്കുന്ന ബെഡ് സ്വിച്ചിൻ്റെ അടുത്ത് വരുന്ന 2 വേ സ്വിച്ചിൻ്റെ കണക്ഷനാണ്. അത് ഫാനും ലൈറ്റും വരുന്നുണ്ട്. ഇത് നമ്മൾ നോക്കുന്നത് ഫാനിൻ്റെ ഒരു കണക്ഷൻ നമുക്ക് എങ്ങനെ 2 വേ സ്വിച്ചിൽ കൊടുക്കാമെന്നുള്ളതാണ്. ഇത് 2 വേ സ്വിച്ചാണ് ഞാൻ ഈ വരയ്ക്കുന്നത്. 2 വേ സ്വിച്ചിന് 3 പോളുകളാണുള്ളത്. 2 വേ സ്വിച്ച് ഇപ്പുറത്തെ 2 വേ സ്വിച്ചിന് അങ്ങനെ 3 പോളുകളാണുള്ളത്. ഒരു സ്വിച്ച് ഓഫ് ചെയ്തിട്ടിരിക്കുന്ന അവസ്ഥയിൽ ആ സെൻട്രലിൽ നിന്നും താഴേക്കും, ഓൺ ആകുന്ന സമയത്തിൽ സെൻട്രലിൽ നിന്ന് മുകളിലേക്കുമാണ് അതിൻ്റെ കോൺടാക്ട്സ്. നിങ്ങൾക്ക് നോക്കുക, ഇപ്പോൾ 2 സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഈ 2 സ്വിച്ചിലേക്കും കണക്ഷൻ നമുക്ക് ആദ്യമേ തന്നെ കൊടുക്കാം. അത് 2 വയർ 2 കളറിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഒരെണ്ണം നാളെ ക്രോസ് ചെയ്ത് തന്നെ കൊടുക്കാം. അതായത് 2 സ്വിച്ച് എന്തിനെങ്ങനെ കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സ്വിച്ചും ഓഫ് ആവുന്ന സമയത്ത് ഓൾറെഡി എന്താണ് കൊടുത്തിരിക്കുന്നത് അത് ഓഫ് പൊസിഷനിൽ കിടക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് കൊടുക്കുന്നത്. നേരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്ന ഓഫ് ചെയ്ത് 2 സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നാലും ഓൺ പൊസിഷനിലേക്ക് വരും. ഇത് നിങ്ങൾ 2 വയർ ഇങ്ങനെ ക്രോസ് ചെയ്ത് കൊടുക്കുക. ഒരെണ്ണം നേരെ മുകളിൽ നിന്ന് താഴേക്കും, മറ്റേത് താഴെ നിന്ന് മുകളിലേക്കുമായിട്ട് ക്രോസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഫാനാണ്. ഫാൻ ജസ്റ്റ് ഒന്ന് ഞാൻ ഒരു ഇമാജിൻ ചെയ്ത് വരയ്ക്കുന്നു. ഫാനിന് വേണ്ടത് 2 കണക്ഷൻസാണ് വേണ്ടത്. ഒന്ന് ന്യൂട്രലും വേണം, ഫേസും വേണം. നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ 230 വോൾട്ടേജ് ഫേസ് നമ്മൾ നമ്മുടെ ഡി ബിയിൽ നിന്നും നമ്മുടെ റൂമുകളിലേക്ക് വരുന്നുണ്ടാവും. ഓൾറെഡി അത് ഒരു MCB വഴിയായിട്ടായിരിക്കും, ഒരു സർക്യൂട്ട് വഴിയാണ് വരുന്നത്. അതിൻ്റെ നിന്ന് ന്യൂട്രൽ ഡയറക്റ്റായിട്ട് നമ്മൾ ഫാനിലേക്ക് കണക്ട് ചെയ്തു. ന്യൂട്രൽ വയർ ഡയറക്റ്റായിട്ട് ഫാനിലേക്ക് കണക്ട് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഫേസ് വയറാണ്. ഫേസ് വയർ നമ്മൾ ആദ്യത്തെ സ്വിച്ചിൻ്റെ സെൻട്രൽ പോളിലേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഫേസ് വയർ അത് 230 വോൾട്ടേജ് ഫേസ് വയർ നമ്മൾ ആദ്യത്തെ സ്വിച്ചിൻ്റെ സെൻട്രൽ പോളിലേക്ക് നമ്മൾ കൊടുത്തു. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം രണ്ടാമത്തെ സ്വിച്ചിൻ്റെ സെൻട്രൽ പോളിൽ നിന്നും ഫാനിലേക്കാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. അതായത് രണ്ടാമത്തെ സ്വിച്ചിൻ്റെ സെൻട്രൽ പോളിൽ നിന്നും ഒരു വയർ വരുന്നത്, ആ വയർ വരുന്നത് നേരെ ഫാനിലേക്ക് കൊടുത്തു. ഇപ്പോൾ ഓൾറെഡി ഫാനിന് ഫേസുമായി കഴിഞ്ഞു, ന്യൂട്രലുമായി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ കണക്ഷനാണ്. സിമ്പിൾ കണക്ഷൻ, അതായത് നമ്മുടെ ബെഡ്റൂമുകളിൽ ഉപയോഗിക്കുന്ന ബെഡ് സ്വിച്ചിൻ്റെ കണക്ഷനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫാനിൻ്റെ സ്ഥലത്ത് ഇതേ സെയിം തന്നെയാണ്. ഏത് ലൈറ്റോ എന്ത് കാര്യങ്ങളോ വേണമെങ്കിലും നമുക്ക് ഈ ലെവലിൽ കൊടുക്കാം. ഏത് 2 വേ സ്വിച്ചിൻ്റെ കണക്ഷൻസും എല്ലാം ഇത് സെയിം തന്നെയാണ് വരുന്നത്. ഇത് വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേസ് മാറ്റിയിട്ട് ഇൻവെർട്ടർ ഉള്ള വീടുകളാണെങ്കിൽ ഇൻവെർട്ടർ ഫേസ് കൊടുത്താലും മതി. ഇൻവെർട്ടർ ഫേസ് കൊടുക്കുകയാണെങ്കിൽ ഓൾറെഡി കറണ്ട് പോകുന്ന സമയത്ത് ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യും. ഈ ഫേസിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഇൻവെർട്ടർ കൊടുക്കാം. ഏതെങ്കിലും ഒന്ന് കൊടുത്ത് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഇൻവെർട്ടർ ആവുന്ന സമയത്ത് നമ്മൾ രണ്ടിലും വർക്ക് ചെയ്തോളും. ഇൻവെർട്ടർ കറണ്ട് ഉള്ള സമയത്ത് സാധാ ഫേസിലും വർക്ക് ചെയ്യും, കറണ്ട് ഇല്ലാത്ത സമയത്ത് ഇൻവെർട്ടറിലും വർക്ക് ചെയ്യും. നമ്മൾ ഈ ഫാൻ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നോർമൽ ഫാൻ 65 വാട്ടാണ് വരുന്നത്. BLDC ഫാൻ, അതായത് ഇപ്പോഴത്തെ വരുന്ന BLDC ഫാൻ വരുന്നത് ഏകദേശം 28 വാട്ടേ ഉള്ളൂ. അതിൻ്റെ പകുതി വാട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടി കറണ്ട് കാശ് ലാഭിക്കാനും കാര്യങ്ങൾക്കും വേണ്ടി നമുക്ക് BLDC ഫാനാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ വരുന്നത് നമുക്ക് 2 വേ സ്വിച്ചുകളാണ് വരുന്നത്. 2 വേ സ്വിച്ച് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് 6 ആമ്പിയറിൻ്റെ സ്വിച്ച് ആണെങ്കിലും കിട്ടും, നമുക്ക് 10 ആമ്പിയറിൻ്റെ സ്വിച്ച് ആണെങ്കിലും കിട്ടും. ഈ രണ്ടും നമുക്ക് ഉപയോഗിക്കാം. 10 ആമ്പിയർ ഉപയോഗിക്കാം, 6 ആമ്പിയർ ഉപയോഗിക്കാം. അത്രയും വാട്ട്സേ നമുക്ക് ഇതിൽ നിന്ന് ഫാനും ലൈറ്റും കൊടുക്കുന്നതിന് വേണ്ടി വരുന്നുള്ളൂ. 6 ആമ്പിയറും 10 ആമ്പിയറും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. ഇത് ഉപകാരപ്പെടുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.